സുഹൃത്തുക്കളെ, ഈ പോസ്റ്റ് കണ്ടില്ല? ഇന്ത്യക്കകത്ത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു നരേന്ദ്രമോദി. ഇനി അതുമായി ബന്ധപ്പെട്ട് പിന്നെ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വേറെ പോസ്റ്റ് കൂട്ടിയിട്ട് ഞാൻ ഒന്ന് വായിക്കാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യക്കകത്ത് തന്നെയാണ്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ജനത്തെ തമ്മിൽ തല്ലിക്കുന്ന വിഘടന ശക്തികളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു. മതഭ്രാന്തന്മാർ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അഴിഞ്ഞാടുമ്പോൾ അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ പിന്നിൽ കൂടി അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന അധികാരികളാണ് ഈ നാടിൻ്റെ ശത്രു. ഇവരെ അകറ്റി നിർത്തി ഇന്ത്യയെ രക്ഷിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. ഇതാരാ പറഞ്ഞത്? നരേന്ദ്രമോദിയാണ് ഇത് പറഞ്ഞത്. അതാ രസം. ഏത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മതത്തിൻ്റെ പേരിൽ തല്ലും അക്രമവും ഉണ്ടാക്കുന്നവരെ സംരക്ഷിക്കുന്നവരെ മാറ്റി നിർത്തിയിട്ട് ഇന്ത്യയെ മോചിപ്പിക്കണം. ആരാണ് മാറ്റി നിർത്തേണ്ടത്? ആരാണിത് സംരക്ഷിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കൂട്ടരെ. ഇതൊരു അത്ഭുതം ഉണ്ടാക്കുന്ന സംഭവമല്ലേ? ഈ രാജ്യത്ത് അക്രമം അയച്ചുവിടുന്നത് ആരാ? രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ നരേന്ദ്രമോദി അടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പറയും പാകിസ്ഥാനികളാണ്, അല്ലെങ്കിൽ സിറിയയിൽ നിന്ന് വന്നവരാണ്, മറ്റു രാജ്യത്തു നിന്ന് വന്നവരാണെന്നൊക്കെ പറയും. അപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോ ഇന്ത്യയിലെ മുസ്ലിങ്ങളോ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളോ അല്ല, പുറത്തുനിന്ന് വരുന്നവരാ. പിന്നെ ഈ ഇന്ത്യ രാജ്യത്ത് ഈ അക്രമം മുഴുവൻ ഉണ്ടാക്കുന്നത് ആരാണ് ഈ അക്രമം ഉണ്ടാക്കുന്നത്? ജാർഖണ്ഡിൽ ഒരു കന്യാസ്ത്രീയെ തടഞ്ഞു വെച്ച് അതിൻ്റെ നടപടിക്ക് ഇങ്ങനെ കടക്കുമ്പോൾ അത് വിവാദമായി, അത് ചർച്ച ചെയ്ത് അതിൻ്റെ നടപടിക്ക് കടക്കുമ്പോൾ കാണാം ഉത്തർപ്രദേശിൽ വേറൊരു കന്യാസ്ത്രീനെ തടഞ്ഞു വെക്കുന്നത്. അതിലേക്ക് കടന്ന് അത് തീർക്കാൻ പോകുമ്പോൾ കാണാം ഹരിയാനയിൽ പള്ളി ആക്രമിക്കണം, ക്രിസ്ത്യാനികളെ പള്ളി ആക്രമിക്കണ വാർത്തകൾ വരുന്നു. ഒരുമിച്ചാണ് വരിക. ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല, ഒരുമിച്ച് ഒന്ന് കൊടുക്കും. എന്തെങ്കിലും നടപടി എടുത്തോ? ആരാ രാജ്യത്ത് അഴിഞ്ഞാടുന്നത്? ഒന്ന് ബജ്രംഗ് ദൾ, ഒന്ന് VHP, ഒന്ന് ശിവസേന, ഇന്ത്യ സഖ്യത്തിലായാലും ശരി, ഏത് സഖ്യത്തിലായാലും ശരി, ഹനുമാൻ സേന, ശ്രീരാമസേന, സംഘ് പരിവാർ, VHP, BJP, RSS, ഒരുപാട് സംഘടനകൾ. ഇതൊക്കെ ആരെ കീഴിലാണ് നരേന്ദ്രമോദി? ആരെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകൾ? ഇതൊക്കെ RSSനെയും കേന്ദ്ര സർക്കാരിനെയും സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളാണ്. ഇവർ നിയമം കയ്യിലെടുക്കുക, പോലീസിനെ പട്ടാളത്തെയൊക്കെ കുത്തിയായി നിർത്തിയിട്ട് നിയമം കയ്യിലെടുക്കുക, കോടതി വരെ ഭയക്കുന്നു ഇവർക്കെതിരെ വിധി പറയാൻ, ഇവർക്കെതിരെ ശബ്ദിക്കാൻ. അങ്ങനൊരു സ്ഥിതിവിശേഷമാണ് രാജ്യത്തുള്ളത്, അല്ലേ? ആരാണ് ഇവരെ പേരിൽ നടപടി എടുക്കേണ്ടത്? നരേന്ദ്രമോദി ഒന്ന് തുറന്ന് പറയണം. ഇതാണ് പറഞ്ഞു വെച്ച് പോയാൽ പോരാ. മാധ്യമങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ മൈക്ക് കാണുമ്പോൾ ഞാൻ നല്ല ക്ലിയർ ആളാണ് എന്നുള്ളത് പറഞ്ഞു വെച്ച് പോയാൽ പോരാ. ഈ രാജ്യത്ത് അക്രമം അയച്ചു വിടുന്നത് ആരാണ്? ഈ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കുന്നത് ആരാണ്? ഈ രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നത് ആരാണ്? ഇവിടെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ആരെ അറിയോ? ആസാം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ അല്ലേ? ആദ്യം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടത് ആസാമിലെ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മേനെയാണ്. നടപടി എടുക്കുമോ? കാരണം ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ചിട്ട് ആക്രമിക്കുകയാണ്. വീടുകൾ മുഴുവൻ ബുൾഡോസർ വെച്ച് മാന്തി, പള്ളികളും മദ്രസകളും ആരാധനാലയങ്ങളും മുഴുവൻ ഈ ചങ്ങായി തകർത്ത്, അല്ലേ? എന്തെങ്കിലും ഒരു നടപടി ഇവൻ്റെ പേരിലുണ്ടോ? ഇവ ഓരോ ദിവസം വന്നിട്ട് ഓരോന്നാട് പറയാണ് ഇവിടെ വേണ്ടാന്ന്. അന്യ രാജ്യത്ത് നിന്ന് വന്ന് കുടിയേറി പാർക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തെരഞ്ഞോടി പിടിച്ചോടി കണ്ടെത്തിക്കൂടി. ഇവിടെ സംരക്ഷിച്ച് നിർത്താൻ കഴിയുമെങ്കിൽ നിർത്തിക്കൂടി, ഇല്ലെങ്കിൽ പറഞ്ഞയച്ചോടി. അത് വേറെ കാര്യം. ഈ രാജ്യത്ത് കാലാകാലങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകൾ, അത് ന്യൂനപക്ഷം എന്നതിൻ്റെ പേരിലും ഇസ്ലാമികൾ എന്നതിൻ്റെ പേരിലും അവരെ നിങ്ങൾ എത്രത്തോളമായി പീഡിപ്പിക്കുന്നു, എത്ര കാലമായി പീഡിപ്പിക്കുന്നു? എന്താണ് ആസാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദി ആസാമിലേക്കൊന്ന് നോക്കുമോ? ആസാമിലെ വിഷയത്തിൽ നരേന്ദ്രമോദി ഒന്ന് ഇടപെടുമോ? ഇതാണ് ഇവിടെ ചോദ്യം. ആദ്യം അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കേണ്ടത് അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ഓനാണ് ഏറ്റവും വലിയ വർഗീയവാദി. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വർഗീയവാദി ആസാം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മയാണ്. അയാളുടെ പേരിൽ നടപടി എടുക്കുക.
എന്നിട്ടിപ്പോൾ ഇവിടെ വന്നുകൊണ്ട് പറയാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലിക്കുന്നവരെ അകറ്റി നിർത്തണം. അതിന് ആരാ അവിടെ ഒരുമിച്ച് നിർത്തിയത്? ആരാണ് അവർക്ക് പാലും തേനും ഒക്കെ കൊടുത്ത് അവരെ അയിഞ്ഞാടാൻ വിട്ടതാരാ? അവർക്ക് അയിഞ്ഞാടാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തതാരാ? അവർക്ക് അയിഞ്ഞാടാനുള്ള ഗ്രൗണ്ട് ഏർപ്പെടുത്തി കൊടുത്തതാരാണ്? ഇതൊന്ന് നരേന്ദ്രമോദി പറയണം. എത്ര ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉത്തർപ്രദേശിലെ കണ്ടമാനം മദ്രസകളും പള്ളികളും ന്യൂനപക്ഷത്തെ പ്രയാസപ്പെടുത്താൻ, വേദനിപ്പിക്കാൻ, കഷ്ടപ്പെടുത്താൻ ന്യൂനപക്ഷത്തെ ആക്രമിച്ചുകൊണ്ട് മദ്രസകളും പള്ളികളും പൊളിച്ചു നീക്കുന്നു. ഇപ്പം നിങ്ങൾ ന്യൂനപക്ഷ പ്രേമേറ്റ് വരികയാണ്. നല്ലതാണ്, പ്രേമുണ്ടാണ്, നല്ലതാണ്. ഒരു പക്ഷേ ഞാൻ ഇഞ്ച ഭാവനി എന്ന് പറയാണ്. രാഹുൽ ഗാന്ധിൻ്റെ വോട്ട് ചോരി യാത്ര, ഈ വോട്ട് ചോരി യാത്ര ഒരു വിധം സത്യങ്ങളൊക്കെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. എങ്ങനെ നിങ്ങൾ അധികാരത്തിൽ വന്നു, നിങ്ങളിപ്പോൾ എങ്ങനെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നു, ഏകദേശം ജനങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും വോട്ട് കൊള്ളയടിച്ചും അധികാരത്തിൽ വരാൻ കഴിയൂല. അങ്ങനെ അധികാരത്തിൽ വരാൻ കഴിയാതെ ആകുമ്പോൾ പിന്നെ എന്ത് വേണം? ജനങ്ങളെ സേവിക്കണം, ജനങ്ങളെ നേതാവായി മാറണം, ജനകീയ നേതാവായി മാറണം. അതിനാണ് ഇപ്പോൾ GSTയിലുള്ള കുറവ്, പിന്നെ ജനങ്ങളോടുള്ള കുറ്റസമ്മതം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോടുള്ള കുറ്റസമ്മതം. എന്താ ഇപ്പോൾ ഇയാൾ പോസ്റ്റിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിക്കുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്, അവരെ ഒറ്റപ്പെടുത്തണം. നിഷ്പക്ഷമായിട്ട് നിങ്ങളൊന്ന് പറയോ, ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഇവിടെ ആരെയും തല്ലിക്കുന്നുണ്ടോ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കന്യാസ്ത്രീകൾ പിന്നെ ആശയവിനിമയമൊക്കെ നടത്തി മതം മാറ്റാനുള്ള ശ്രമം നടത്തിയെന്ന് പറഞ്ഞാണ്ട് കന്യാസ്ത്രീകളെ നിരന്തരം ആക്രമിക്കുന്നുണ്ട്. പല സ്റ്റേറ്റുകളിലും ആ ആക്രമണം നേരിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അന്വേഷിച്ച് വരുമ്പോൾ അവർ മതം മാറ്റാനല്ല, ജോലി ഇല്ലാത്തതുകൊണ്ട് ജോലിക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആട്ടെ, നിരന്തര അക്രമങ്ങൾ അത് തടയേണ്ടതാണെങ്കിൽ തടയണം. അത് തടയാൻ ഇവിടെ പോലീസില്ലേ? കന്യാസ്ത്രീകൾ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അത് തടയാൻ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്, പോലീസുണ്ട്, പട്ടാളുണ്ട്, കോടതിയുണ്ട്, ജുഡീഷ്യറി സിസ്റ്റം ഉണ്ട്. ആരാ നിയമം കയ്യിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നത്? ആരാ? ബജ്രംഗ് ദളാണ്. ഈ പ്രതികളെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദ്യം ചെയ്യുന്നത് ബജ്രംഗ് ദളാണ്. എവിടെ ഇനി നരേന്ദ്രമോദി? ഈ കാഴ്ച ഈ രാജ്യത്ത് കണ്ടപ്പോൾ നരേന്ദ്രമോദി എവിടെ ഇനി അറിയോ? ഒന്ന് പറയുങ്ങൾ ഇല്ലേ? ഇവിടെ VHPയും വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും RSSും സംഘപരിവാറും അയിഞ്ഞാടാണ് ഈ രാജ്യത്ത്. മനുഷ്യരെ കൂട്ടക്കൊല ശരിയാണ്. അതുപോലെ തന്നെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആസാം മുഖ്യമന്ത്രിയും UP മുഖ്യമന്ത്രിയും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും ഒക്കെ അടക്കം പാവപ്പെട്ടവരുടെ വീടുകളും കുടിലുകളും ബുൾഡോസർ വെച്ച് തകർക്കുകയാണ്. എവിടെയാണ് നരേന്ദ്രമോദി? ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കണമെന്ന് അപ്പം തോന്നിയില്ലേ? ന്യൂനപക്ഷങ്ങളുടെ രക്ഷകനാകാൻ അപ്പം തോന്നിയില്ലേ? ഇപ്പം എന്തെങ്കിലും തോന്നാൻ കാരണം? നല്ല കാര്യമാണ്, തോന്നുന്നത് നല്ലതാണ്. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക കോട്ട വേണ്ട. രാജ്യത്തെ ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടാൽ മതി, ഒന്നായി കണ്ടാൽ മതി. ഒരേ നിയമം നടപ്പാക്കുക, ഒരേ സംരക്ഷണം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുക. പ്രത്യേക കോട്ട വേണമെന്നൊന്നും പറയുന്നില്ല. ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടുക. ആവശ്യത്തിന് ബാബരി മസ്ജിദ് തകർത്തു, അവിടെ കോടതി വിധിയിലൂടെ ആക്രമിച്ചു, ബാബരി മസ്ജിദ് ആക്രമിച്ചു, തെറ്റാണ്, അത് പൊളിച്ചു, തെറ്റാണ്. എന്നിട്ട് പിന്നെ കോടതി വിധി പറയാണ് അത് ഹിന്ദുക്കൾക്ക് ക്ഷേത്രം ഉണ്ടാക്കാൻ കൊടുക്കുകയാണെന്ന്. അതങ്ങനെ പോട്ടെ. ഒരു ഭൂരിപക്ഷ താല്പര്യത്തിൻ്റെ മുന്നിൽ ന്യൂനപക്ഷങ്ങൾ അടിയറവ് പറയേണ്ടി വന്നു. അതങ്ങനെയാണ് പോട്ടെ. ഇനിയുള്ള ആരാധനാലയങ്ങൾ സംരക്ഷിക്കുക. എനിക്ക് ഉത്തർപ്രദേശിൽ വന്ന് നിസ്കരിക്കാനോ ഹരിയാനയിൽ വന്ന് നിസ്കരിക്കാനോ അല്ല, അവിടെയൊക്കെ ഹിന്ദു മുസ്ലിം സംഘടനകൾ ഒഴിവാകാൻ വേണ്ടി, രാജ്യത്ത് കലാപുണ്ടാകുന്നത് ഒഴിവാകാൻ വേണ്ടിയിട്ട് പറയാണ്. ഇനിയുള്ള ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുക. നരേന്ദ്രമോദിക്ക് കഴിയുമോ? അതിലൂടെ എല്ലാവർക്കും ഒരേ നീതി എന്ന് ഉറപ്പുവരുത്തുക. നരേന്ദ്രമോദിക്ക് കഴിയുമോ? ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെ പിടിച്ചു കെട്ടാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ? വർഗീയതയുടെ വിഷവിത്തായ യോഗി ആദിത്യനാഥിനെയും ഹിമന്ത് ബിശ്വ ശർമ്മയെ പോലുള്ള നേതാക്കന്മാരെ തളക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ കാണട്ടെ. അപ്പോൾ ഇവിടെ ഈ രാജ്യത്തെ വർഗീയ കലാപങ്ങൾ അമർച്ച ചെയ്യപ്പെടും. എന്നിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദള്, RSS, സംഘപരിവാർ, ശ്രീരാമസേന, ഹനുമാൻ സേന, ഒരുപാട് സേനകൾ വേറെയുണ്ട്. ഇവരൊക്കെ ഉള്ള ഇഞ്ഞാട്ട് അവസാനിപ്പിക്കുക. അവർ റോഡിലൂടെ നടന്നിട്ട്, ഇവിടെ അടുത്തൊരു ദിവസമാണ്
ഡൽഹിയിൽ ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളുകളെ വണ്ടി തടഞ്ഞു വെച്ചിട്ട് ക്ഷേത്രത്തിൽ കയറിയിട്ട് ജയ് ശ്രീറാം വിളിക്കാൻ പറയാം ആജിയന്മാരോട് ജയ് ശ്രീറാം വിളിച്ചിട്ട് പോയാൽ മതി. എന്നിട്ട് ആ ആജിയന്മാരെ തൊപ്പി ഊരി അവരെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചു. എവിടെയിനി നരേന്ദ്രമോദി നിങ്ങൾ ഈ സ്ഥലത്തൊന്നും ഇല്ലേനോ, ഈ രാജ്യത്തൊന്നും ഇല്ലേനോ? നിങ്ങളുള്ള നേരം ലോകം കറങ്ങിക്കോളി, നിങ്ങളുള്ള സമയം ലോകത്തിന്റെ നാനാ ഭാഗം കറങ്ങി നടന്നുകൂടി. ഇത് കാണാൻ കഴിയോ? ഇതിന്റെ പേരിൽ എന്തേ നടപടി സ്വീകരിച്ചോ? ഇതാണോ ജയ് ശ്രീറാം നിങ്ങളെ പഠിപ്പിച്ചത്? ശ്രീരാമൻ നിങ്ങളെ പഠിപ്പിച്ചത് ഇതാണോ? നിങ്ങളെ സംഘടനകളെ പഠിപ്പിച്ചത് ഇതാണോ? ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ് വരുന്നവരും ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വരുന്നവരും ക്ഷേത്ര പരിസരത്ത് കൊണ്ടുപോയിട്ട് ജയ് ശ്രീറാം വിളിപ്പിക്കണം എന്നാണോ ശ്രീരാമ ഭഗവാൻ പറഞ്ഞത്? ആണോ? അങ്ങനെ ശ്രീരാമ ഭഗവാൻ പറഞ്ഞോ? ഇല്ലെങ്കിൽ അണികൾക്കൊന്ന് ബോധം കൊടുക്കി. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്യിക്കരുത് എന്ന് അണികളോട് പറയും. അപ്പൊ ഈ രാജ്യത്ത് മതത്തിന്റെ പേരിലുള്ള തമ്മിൽ തല്ലില്ല, ഒരു വിഭാഗത്തിന്റെ തല്ലേ ഉള്ളൂ. അത് RSS സംഘപരിവാറിന്റെ കീഴിലുള്ള ആ വിഭാഗത്തിന്റെ തല്ല് ന്യൂനപക്ഷങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വേറെ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലില്ല, ഇങ്ങോട്ട് മാത്രം തല്ലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാളെ തല്ലുന്നത് 100 പേരാണ്. ഇതന്നെ രാവിലെ ഇറങ്ങി കഴിഞ്ഞാലുള്ള പണി. അങ്ങാടി കൂടെ പോണവരെ, പർദ്ദിട്ട് പോണവരെ കൊണ്ട് പർദ്ദയിപ്പിക്കുക, ഓലെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുക. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? JCB ആളെ തൂക്കി കൊല്ലണ നിങ്ങൾ കാണുന്നില്ലേ? ദളിതൻ ക്ഷേത്രത്തിൽ കയറിയതിന് ഓന്റെ കൗത്തിൽ കയറിട്ട് JCBന്റെ തുമ്പിക്കയ്യുമല് കെട്ടി തൂക്കി കൊല്ലുക പരസ്യമായിട്ട്. വീഡിയോയിൽ പ്രദർശിപ്പിക്കാൻ പറ്റാത്തോണ്ടാ യൂട്യൂബിൽ പരസ്യമായിട്ട് കെട്ടി തൂക്കി കൊല്ലുക. താങ്കളെ ശ്രദ്ധയിൽ ഇതൊക്കെ വരുന്നുണ്ടോ? നരേന്ദ്രമോദി സാറേ വരുന്നുണ്ടോ? ഇതൊക്കെ തിരുത്താൻ തയ്യാറുണ്ടോ? ഇതൊക്കെ നോക്കി നടപടി എടുക്കാൻ തയ്യാറുണ്ടോ? എന്നിട്ട് പോരെ ന്യൂനപക്ഷ പ്രേമം? ഈ തള്ളിയിട്ട് വരാം, പക്ഷേ ഒരു ഒടുക്കത്തെ തള്ളിയിട്ട് വരരുത്, ഈ ജാതി തള്ളിയിട്ട് വരരുത്. എന്നിട്ടിപ്പോൾ മൂപ്പര് വന്നിട്ട് പറയാണ് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് നിർത്തണം. അതിനുള്ള നടപടിയൊക്കെ കിടക്കേണ്ടി മൈക്കിന്റെ മുന്നിൽ പറഞ്ഞ് ആളായാൽ പോരാ, നിർത്താൻ കഴിയണം, നിർത്തിക്കണം. അതിനുള്ള നടപടി എടുക്കി.